പുറത്തൂരിലെ UDF-ൽ അനിശ്ചിതത്വം തുടരുന്നു. സത്യപ്രതിജ്ഞ നാളെ. പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടി ഭൂരിപക്ഷം നേടിയ UDF-ന് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഇതുവരെ ആയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് നിരവധി യോഗങ്ങൾ ചേർന്നെങ്കിലും നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഇതുവരെ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2.5 വർഷം ലീഗും 2.5 വർഷം കോൺഗ്രസും എന്ന സമവായത്തിൽ എത്തിയെങ്കിലും ആദ്യം ആരാവും പ്രസിഡന്റ് എന്ന കാര്യത്തിലാണ് തർക്കം തുടരുന്നത്. 2ാം വാർഡിൽ നിന്ന് ജയിച്ച 4 തവണ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആയിരുന്ന ജെ സരസ്വതി ടീച്ചറുടെ പേരാണ് കോൺഗ്രസ് നേതൃത്വം വെച്ചിട്ടുള്ളത്. 5 സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ 6 സീറ്റിൽ വിജയിച്ച 7ാം വാർഡിലെ ജസ്ന ബാനുവിനെയാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജസ്ന ബാനു പ്രസിഡന്റാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് TP പ്രഭാകരൻ വൈസ് പ്രസിഡന്റും, സരസ്വതി ടീച്ചർ പ്രസിഡന്റാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിലെ 5ാം വാർഡിൽ നിന്ന് ജയിച്ച സാദിഖ് അലി വൈസ് പ്രസിഡന്റും ആവും. 21-ന് നാളെ സത്യപ്രതിജ്ഞ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പ്രസിഡന്റിനെ തീരുമാനിക്കാനാവാതെ അനിശ്ചിതത്വത്തിലാണ് UDF കേന്ദ്രങ്ങൾ. നിള വിഷൻ, പുറത്തൂർ.